ഫിഫ അണ്ടർ-17 ലോകകപ്പിലെ മാച്ച് ഒഫീഷ്യൽസിനെ പ്രഖ്യാപിച്ചു. റഫറിമാർ അടക്കം ആകെ 81 ഒഫീഷ്യൽസാണുള്ളത്. ടൂർണമെന്റിൽ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സംവിധാനം ഉപയോഗിക്കും. നവംബറിലാണ് അണ്ടർ-17 ലോകകപ്പിന് ഖത്തർ വേദിയാകുന്നത്. നവംബർ 3 മുതൽ 27 വരെ നടക്കുന്ന കൗമാര ലോകകപ്പിൽ 27 റഫറിമാരും 54 അസിസ്റ്റന്റ് റഫറിമാരും അടക്കം 81 പേരെയാണ് ഫിഫ റഫറീസ് കമ്മിറ്റി പ്രഖ്യാപിച്ചത്. ദോഹയിലെ ആസ്പയർ സോണിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കലാശപ്പോര്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് ഇത്തവണത്തേത്. ഒഫീഷ്യൽസിന്റെ പട്ടികയിൽ 3 ഖത്തറികളും ഇടം പിടിച്ചു. റഫറിയായി മുഹമ്മദ് അഹമ്മദ് അൽ ഷമ്മാരി, അസിസ്റ്റന്റ് റഫറിമാരായി ഖാലിദ് ഖലാഫ്, ഫൈസൽ ഈദ് അൽ ഷമ്മാരി എന്നിവരാണ് ആതിഥേയ രാജ്യത്തെ പ്രതിനിധീകരിക്കുക. വാർ അഥവാ വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിന്റെ ചെലവ് കുറഞ്ഞ രൂപമായ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് അഥവാ FVS ടൂർണമെന്റിൽ പരീക്ഷിക്കും. വാർ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി FVSൽ പ്രത്യേക വീഡിയോ മാച്ച് ഒഫീഷ്യൽസ് ഇല്ല. മത്സരത്തിൽ പരിമിതമായ റിവ്യൂ എടുക്കാൻ അവസരമുണ്ടാകൂ. ഗോൾ, പെനാൽറ്റി, ചുവപ്പ് കാർഡ് എന്നിവയിൽ സംശയം തോന്നിയാൽ റിവ്യൂ ആവശ്യപ്പെടാം. കഴിഞ്ഞ വർഷം കൊളംബിയയിൽ നടന്ന ഫിഫ വനിതാ അണ്ടർ-20 ലോകകപ്പിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നടന്ന ഫിഫ വനിതാ അണ്ടർ-17 ലോകകപ്പിലും ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സംവിധാനം വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഈ വർഷം ചിലിയിൽ നടക്കുന്ന ഫിഫ അണ്ടർ-20 ലോകകപ്പിലും മൊറോക്കോ വേദിയാകുന്ന ഫിഫ വനിതാ അണ്ടർ-17 ലോകകപ്പിലും സംവിധാനം ഉപയോഗിക്കാനാണ് തീരുമാനം. ഭാവി താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ അണ്ടർ-17 ലോകകപ്പ് ഒരു നാഴികക്കല്ലാണെന്ന് ഫിഫ റഫറീസ് കമ്മിറ്റി ചെയർമാൻ പിയർ ലൂയിജി കൊളീന പറഞ്ഞു. ഒഫീഷ്യൽസിന് തങ്ങളുടെ കരിയർ വികസിപ്പിക്കാനുള്ള അവസരവും ടൂർണമെന്റ് നൽകുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, ദോഹ.